ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ പഴയ ബോട്ടിൽസ് എല്ലാം ഉണ്ടാവില്ലേ, ഈ ഷവർ ജെല്ലിൻ്റെയും ബോഡി ലോഷൻ്റെ ഹാൻഡ് വാഷിൻ്റെ എല്ലാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു രസമുള്ള ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമ്മളെ റൂം എസ്തറ്റിക് ആയിട്ട് ഡെക്കോർ ചെയ്ത് വെക്കാനും കൂടിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ബോട്ടിൽസിൻ്റെ വേണ്ടാത്ത സാധനങ്ങളിലൊന്ന് അയച്ചു മാറ്റി വെക്കാം. കാരണം ഇതിൻ്റെ ടോപ്പൊന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കറൊന്ന് പറിച്ചെടുക്കാമെന്നാണ്. ഈ 3 ബോട്ടിൽസിലും കുറച്ച് ഈസി എന്ന് തോന്നിച്ചിട്ടാണ് ഞാൻ ഈ വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ടായത്. പെട്ടെന്ന് ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഇത് വേഗം പെട്ടെന്ന് പറിച്ചെടുക്കാനുള്ള രീതിയിലാണ് ഇതെടുത്തിട്ടുണ്ടായത്. ബട്ട് ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല പണിയുണ്ടായിനി ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പറിച്ചെടുക്കുമ്പോൾ കുറച്ച് ശക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ബാക്കിയുള്ള 2 ബോട്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ വലിക്കൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ അതവിടെ വെച്ചിട്ട് ഇത് പറിക്കാൻ നിന്നത്. പിന്നെ എന്തും നമുക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര ഈസി ആണല്ലോ എന്ന് ചിന്തിച്ചു. പിന്നെ നമ്മളത് ചെയ്യാൻ അറിഞ്ഞാലായിരിക്കും അതിൻ്റേതായ ഡിഫിക്കൽട്ട് മനസ്സിലാവാം. സോ കുറച്ച് ശക്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇതൊന്ന് പറിച്ചെടുക്കാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനോ. ഞാൻ ഈ ഒരു ബോട്ടിൽസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആ 2 ബോട്ടിൽസാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന സാധനമല്ല, അത് രണ്ടും പേപ്പറാണ്. പേപ്പർ അത് പറിക്കുമ്പോൾ ഫുള്ള് കുളവും. കാരണം ഇത് ഫുള്ളായിട്ട് കിട്ടൂല. ബട്ട് ഇതെനിക്കറിയാം. എന്നാലും ഒരു 2 ദിവസം മുന്നേ വീഡിയോ എടുക്കണം എന്നുണ്ടായിനല്ലോ. അപ്പോൾ എന്താ, വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കാം, അപ്പോൾ പെട്ടെന്ന് ഊരി വരും. പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് ലാസ്റ്റ് ടൈം ടെൻഷൻ അടിക്കണം, വീഡിയോ നാളെ ഇടണം, ഇന്ന് ഇതെങ്ങനെയെങ്കിലും തീർക്കണം. അത് ശീലം. കാരണം അതില്ലെങ്കിൽ ഒരു രസമില്ല. അതുകൊണ്ട് എനിക്ക് തലേന്ന് ഇങ്ങനെ പെടക്കണം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ പറിക്കുന്നത് ഓരോ കഷ്ണമാക്കിയിട്ട് കഷ്ണമാക്കിയിട്ടെങ്കിലും ഇത് ഫുള്ളായിട്ട് എടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു പറിക്കുന്ന വീഡിയോ കണ്ടിട്ട് മടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സോ എന്നാലും ബാക്കിലുള്ള ഭാഗം ഞാൻ തൊടുന്നില്ല. കാരണം അത് പെയിൻറ്റ് ചെയ്യുന്നതല്ലേ, അതതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോട്ടിലിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ഈ കാൻഡിൽസിലെല്ലാം ഇങ്ങനെ അതിനെന്താ പറയുക, ഉരുകൂലേ, ഇങ്ങനെ കാൻഡിൽസ് ഇങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ താവൂലേ, അപ്പോൾ അതേപോലെയാണ് ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് പോകും. ഇനി അഥവാ താഴത്തേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ താഴത്തേക്ക് പോപ്പിക്കുക. ഇത് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ നോക്കും. കാരണം ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യുമ്പം എപ്പോഴും കൈ പൊള്ളൽ മസ്റ്റാണ്. ബട്ട് ഈ ഒരു സാധനം ചെയ്യുന്നതായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ കൈ പൊള്ളാണ്ട് നിന്നത്. ഈ ഒരു ഗമ്മ് വെറും ഒട്ടിക്കാൻ മാത്രമല്ലല്ലോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനും പറ്റും. ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായി, കുറേ ഡെക്കോർ ചെയ്തിട്ടുണ്ടായി. എൻ്റെ പേജിൽ ആദ്യത്തെ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കുറേ ഡെക്കോസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യുക. ഇതൊന്ന് ക്ലീൻ ചെയ്യാണ്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തികേട് എന്തായാലും അതിൽ എടുത്ത് കാണിക്കും. കാരണം ഈ ഒരു ഗമ്മ് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ട് ഈ ഒന്നിൻ്റെ ബാക്കി മറ്റേൻ്റെ മേലെ പറ്റി പിടിക്കും. അപ്പോൾ എന്തായാലും ഫുള്ള് വൃത്തികേടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ തന്നെ വരും, ഒരു വല പോലത്തെ സംഭവം ഇങ്ങനെ വരും. അപ്പോൾ അത് പോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തി ഉണ്ടാവില്ല. ആ ഒരു വൃത്തി കിട്ടണം ഇതേപോലത്തെ സാധനം കിട്ടും, ബ്രഷിൽ വന്ന് പിടിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് പെയിൻറ്റ് ചെയ്യാം. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഞാൻ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആക്രിലിക് യൂസ് ചെയ്യാം, ബട്ട് അത് കുറച്ച് പണിയല്ലേ. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ മാച്ച് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ളത് വൈറ്റ് കളറാണ്. അതുകൊണ്ട് ഞാൻ വൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്.
നമുക്ക് സെക്കൻഡ് വൺ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ കണ്ടാൽ നിങ്ങൾ പതി ആക്കിയിട്ട് ഉള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പെയിൻറ്റ് അടിക്കുന്നതല്ല, അപ്പോൾ അത് അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ബാക്കത്തത് പറിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലത്തത് ഇങ്ങനെ അത് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇത് സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് കോട്ടും അടിക്കാം, പിന്നെ അധിക ടൈം ഉണങ്ങാനും വേണ്ട. മറ്റേത് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് തരാം. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഗോൾഡൻ പെയിൻറ്റ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇനി മൂന്നാമത്തെ ഫ്ലവർ പോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെയാണ്, സ്പഞ്ച് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൽ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഹാഫ് പോർഷൻ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുക്കാം. ഞാനിതിൽ വൈറ്റും ഓഫ് വൈറ്റും പിന്നെ റെഡും ഈ ഒരു 3 കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവേഴ്സാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ഫ്ലവർ പോട്ടിൽ നിങ്ങൾക്ക് ഏത് ഫ്ലവർ പോട്ടാണ് ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റാണോ സെക്കൻഡാണോ തേർഡാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഹോം ഡെക്കോർസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.